ഇവിടെ ഒരുപാട് ശിലാരൂപങ്ങളുണ്ടെന്നാ അമ്മ പറഞ്ഞത്. അതിലൊന്നാ രാജകുമാരിയുടെയാ, ഈ ഗന്ധർവനെ സ്നേഹിച്ച രാജകുമാരിയുടെ. വാ നമുക്ക് പോയി നോക്കാം. ഞാനില്ല, എനിക്ക് പേടിയാ. ആദ്യമായിട്ടല്ലേ നമ്മളിവിടെ വരുന്നേ. വാ നമുക്കൊന്ന് നോക്കാം. വാ മാളവികേ വാ. എന്റെ ഗന്ധർവ, ഈ മല്ലികയെ കാത്തോണേ. പെണ്ണുങ്ങളോട് വലിയ സ്നേഹമുള്ളവനാ ഗന്ധർവെന്ന് കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് എന്നെ പോലെ സുന്ദരികളായ പെണ്ണുങ്ങളോട്. കുമാരിമാര് നിന്നോണ്ടാ ഞാൻ സ്വന്തം കാര്യം പറയാതിരുന്നത്. പ്രായം 10-30 കഴിഞ്ഞു. ഇതുവരെ സ്വന്തമായൊരു ഭർത്താവിനെ ഒക്കെ തിരുത്തിക്കൊണ്ടുപോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. മഹാരാജാവിന്റെ ഒരു കണ്ണ് എന്റെ മേലുണ്ട്. അതൊന്ന് ശരിയാക്കി തന്ന മഹാറാണിയാവുന്ന കാര്യം ഞാൻ ഏറ്റു. വേറെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇത്തരം കൊച്ചു കൊച്ചാഗ്രഹങ്ങൾ നീ സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണേ എന്റെ ഗന്ധർവ. അയ്യോ, ആയുസ്സോമ്പഴങ്ങളൊക്കെ എവിടെ പോയി? അയ്യോ എന്റെ ഗന്ധർവ, ഈ മല്ലികയുടെ പ്രാർത്ഥന നീ കേട്ടോ? അയ്യോ കുമാരിമാരെ, ഗന്ധർവ പ്രത്യക്ഷപ്പെട്ടു. കുമാരിമാരെ, അയ്യോ ഗന്ധർവ പ്രത്യക്ഷപ്പെട്ടേ. ഞാനിതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അയ്യോ ഞാനിതെങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? എന്താ? അതെ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് നിൽക്കുകയായിരുന്നേ, എന്റെ കുമാരിമാർക്ക് നല്ലത് വരുത്തണേന്ന്. അപ്പോഴുണ്ട് മല്ലികയെന്നൊരു വിളി. സത്യം, എന്റെ പേരാ വിളിച്ചത്. നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് കാലങ്ങളുമായി അങ്ങ് അപ്രത്യക്ഷമായി. കള്ളം പറയല്ലേ? കള്ളോ? പിന്നെ മുഴുവനും സത്യമോ? മുഴുവനും സത്യമല്ല, എന്നാലും മുക്കാലും സത്യമാ. സംശയമാണെങ്കിൽ എന്റെ കൂടെ വാ, കാണിച്ചു തരാം. വേഗം വാ.